ഈ വർഷം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ച 10ാം ക്ലാസ്സിലെ ഗണിത ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. സമാശ്രേണി എന്ന അധ്യായത്തിലെ ഒരു ചോദ്യമാണത്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി കുട്ടികൾ വ്യത്യസ്ത രീതി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പല കുട്ടികളും ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിച്ചതായിട്ടും കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, ഒരു സമാശ്രേണിയുടെ 8ാം പദം 23ഉം 11ാം പദം 27ഉമാണ്. ശ്രേണിയുടെ 5ാം പദം എത്ര, ശ്രേണിയുടെ 17ാം പദം എത്ര, ശ്രേണിയുടെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കണക്കാക്കുക. ഇങ്ങനെ 3 ചോദ്യമാണ് അനുബന്ധ ചോദ്യങ്ങളായിട്ട് ഉള്ളത്. ഇതിന് ഉത്തരം കാണാൻ വേണ്ടി വളരെ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന നോക്കൂ, ഒരു സമാശ്രേണി 8ാം പദം 23, 11ാം പദം 27. 8ാം പദത്തിൽ നമുക്ക് വേണമെങ്കിൽ x8 എന്ന് പറയുന്നത് 23ഉം x11 എന്ന് പറയുന്നത് അതായത് 11ാം പദം എന്ന് പറയുന്നത് 27ഉമാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമ്മോട് കണ്ടെത്താൻ വേണ്ടി പറയുന്ന ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രേണിയുടെ 5ാം പദം എത്ര എന്നുള്ളതാണ്. ഈ 5ാം പദം കണക്കാക്കാനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം പദവും 11ാം പദവും തന്ന അവസ്ഥക്ക് നമുക്ക് 8ാം പദത്തോട് 3 പൊതുവ്യത്യാസം കൂട്ടിയതാണ് 11ാം പദം. അങ്ങനെയാണെങ്കിൽ 3 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 27-ന്ന് 23 കുറച്ച 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 പൊതുവ്യത്യാസം 4 എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഈ 3 പൊതുവ്യത്യാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 5ാം പദം കണക്കാക്കാം. 5ാം പദം കണക്കാക്കാൻ എന്താ വഴി, 8ാം പദത്തിൽ നിന്ന് 3 പൊതുവ്യത്യാസം കുറച്ചാൽ എന്ത് കിട്ടുക, 5ാം പദം കിട്ടുക. അപ്പൊ 5ാം പദം x5 എന്ന് പറയുന്നത് 8ാം പദത്തിൽ നിന്ന് എന്ത് ചെയ്യണം, 3 പൊതുവ്യത്യാസം കുറക്കണം. എന്ന് പറഞ്ഞാൽ 8ാം പദത്തിലാണ് 23ആണ്. 23 കുറക്കണം 3 പൊതുവ്യത്യാസം 4 ആയതുകൊണ്ട് 23 കുറക്കണം 4 കിട്ടും. എത്രയത് 9. 19ആണ് x5. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടുപിടിക്കാം. ശ്രേണിയുടെ 17ാം പദം എത്ര എന്നുള്ളതാണ്. 17ാം പദം എന്ന് കാണാനുള്ള വഴി എന്താണ്, നമുക്ക് ഓൾറെഡി ഉള്ള 15ാം പദം തന്നിട്ടുണ്ട്. അപ്പൊ x11 15ാം പദത്തോട് ഒരു 6 പൊതുവ്യത്യാസം കൂട്ടിയാൽ എന്ത് കിട്ടും, നമുക്ക് 17ാം പദം കിട്ടും. 15ാം പദത്തോട് 6 പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് 17ാം പദം. 3 പൊതുവ്യത്യാസം 4 ആണ്. അപ്പോൾ നമുക്കറിയാം 6 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും, 8 ആയിരിക്കും. 3 പൊതുവ്യത്യാസം 4 ആയതുകൊണ്ട് 6 പൊതുവ്യത്യാസം 8 ആണ്. അതുകൊണ്ട് 15ാം പദമായ 15ാം പദം 27നോട് 6 പൊതുവ്യത്യാസമായ 8 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഈ 17ാം പദം കിട്ടും. 27നോട് 8 കൂട്ടിയാൽ 35. അപ്പോൾ ആദ്യത്തെ 2 എയുടെയും ബിയുടെയും ഉത്തരം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, 8ാം പദം 23 എന്നും 15ാം പദം 27 എന്നും 5ാം പദം 19 എന്നും 17ാം പദം 35 എന്നും ഈ 4 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് സി കണ്ടെത്താം. മൂന്നാമത്തെ കണ്ടെത്താം. എന്താണ് കണ്ടെത്തേണ്ടത്, ശ്രേണിയുടെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കണക്കാക്കുന്നതാണ്. ശ്രേണിയുടെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കണക്കാക്കുന്ന സൂത്രമാക്കാൻ നമുക്കറിയാം. n ആണെങ്കിൽ തുടർച്ചയായ n സംഖ്യയുടെ സമാശ്രേണിയുടെ പദങ്ങളുടെ തുക കണ്ടെത്തണമെങ്കിൽ n/2 ഇൻറ്റു ആദ്യ പദം x1 പ്ലസ് x അവസാന പദം xn, ഇതാണ് സൂത്രവാക്യം. ഇവിടെ n/2 എന്ന് പറയുന്നത് n ഇവിടെ 24 ആയതുകൊണ്ട് 24/2 ഇൻറ്റു ആദ്യ പദം x1 പ്ലസ് അവസാന പദത്തിലാണ് x24. ഇതാണ് കണ്ടെത്തേണ്ടത്. ഇത്രയും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സിയുടെ ഉത്തരമാകും. ഇനി x1ഉം x24 വേറെ വേറെ കണ്ടെത്തി കൂട്ടുന്നതിന് പകരം വേറൊരു മാർഗം നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇപ്പോൾ x1 x2 x3 x4 x5 ഇങ്ങനെയുള്ള ഒരു സമാശ്രയ തുടർച്ചയായ പദങ്ങളാണെങ്കിൽ, 5 പദങ്ങളാണെങ്കിൽ x1ഉം x5 കൂട്ടിയത് തന്നെയായിരിക്കും x2ഉം x4ഉം കൂട്ടിയത്. x1 പ്ലസ് x5 തന്നെയായിരിക്കും x2 പ്ലസ് x4. ഈ കാര്യം നമുക്കറിയാം. അതായത് ഇവിടെ ഈ സ്ഥാനങ്ങളുടെ വില കൂട്ടുക, ഇവിടെ 1ഉം 5ഉം കൂട്ടിയ ഇവിടെ 6 കിട്ടും, ഇവിടെ 2ഉം 4ഉം കൂട്ടിയ 6 കിട്ടും. ആ രീതി നോക്കുകയാണെങ്കിൽ 1ഉം 24ഉം കൂട്ടിയ എത്രയാണ്, 25ആണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥാനങ്ങളുടെ വില കൂട്ടിയ 25 കിട്ടുന്ന ഏതെങ്കിലും 2 പദങ്ങൾ ഇവിടെ ഉണ്ടോ നോക്കുക. നമുക്കറിയാം ഈ 8ന്റെയും 17ന്റെയും തുക നോക്കിയാൽ 8ഉം 17ഉം കൂട്ടിയാൽ 25 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ x1 പ്ലസ് x24 പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, x8ഉം x17ഉം കൂട്ടിയത് തന്നെയായിരിക്കും. അപ്പോൾ 24/2 ഇൻറ്റു x8 പ്ലസ് x17 എഴുതിയാൽ മതി. 24 12 ഇൻറ്റു
x8 എത്രയാണ് 23 പ്ലസ് x17 35 സമം 12 ഇൻറ്റു 23 35 കൂട്ടി എത്ര 58 ആണ്. 12 58 10 58 550 പ്ലസ് 2 58 എത്രയാണ് 116. ഇത് കൂട്ടിയാൽ 6 9 6 കിട്ടും. അത് 696. ഈ രീതിയിൽ നമുക്ക് സിയുടെ ഉത്തരവും കണക്കാക്കാൻ വേണ്ടി സാധിക്കും.